നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏത് പൊസിഷനിൽ കിടക്കുന്നതാണ് ശരിയായ രീതി എന്നവരെ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ശുദ്ധിയോടുകൂടി അഥവാ ഉളുവെടുത്ത് വലതുവശം ചെരിഞ്ഞ് കിടക്കലാണ് ഉത്തമമായ രീതി എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരാൾ കിടക്കുന്ന കാഴ്ച കണ്ടു. ആ രംഗം ആ സ്വഹാബി തന്നെ പറയുന്നുണ്ട്, അതാനി ആത്തിൻ വഅന നായിമുൻ അലാ ബത്നി. ഞാനിങ്ങനെ കമഴ്ന്ന് പടക്കുകയാണ് പള്ളിയിൽ. കമഴ്ന്ന് കിടന്ന് ഉറങ്ങുന്ന വേളയിൽ എൻ്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു. എന്നിട്ട് അവിടുത്തെ കാലുകൊണ്ട് എന്നെ പതുക്കെ ഇങ്ങനെ ചൊട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖും, എഴുന്നേൽക്ക്, ഇങ്ങനെ കിടക്കല്ലേ. ഹാദിഹി ളിജ്അത്തുൻ യുബ്ഗിദുഹ അല്ലാഹ്. ഇത് അല്ലാഹു പിന്നെ കോപമുണ്ടാക്കുന്ന കിടത്തമാണ്. അപ്പൊ ഫറഫഅതു റഅസി, ആരാണ് ഇപ്പം അങ്ങനെ വന്നത് പറയുന്നത് എന്ന് ഞാൻ തലയുയർത്തി നോക്കുമ്പോൾ ഫഇദൻ അന്നേരമദാ അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ അലാ റഅസി. എൻ്റെ തലഭാഗത്ത് നിൽക്കുന്നത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്താണ്? കമഴ്ന്ന് കിടക്കരുത്, മലർന്ന് കിടക്കാം. ഇനി പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ നിലക്ക് ഇടതുഭാഗത്തേക്ക് ചെരിയേണ്ട ഒരാവശ്യം അങ്ങനെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വലതുവശം കിടക്കലാണ് ഏറ്റവും ഉത്തമമായ രീതി. അങ്ങനെയാണ് ഉറങ്ങാൻ കിടക്കേണ്ടത്. ഇനി കമഴ്ന്ന് കിടക്കുന്ന രീതി പലപ്പോഴും ഒരുപാട് ആളുകളിൽ നമ്മൾ കണ്ടുവരുന്ന രീതിയാണ്. അവർക്ക് അങ്ങനെയാണ് സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുണ്ടാവും കമഴ്ന്നടിച്ച് കിടന്നുറങ്ങുന്ന ഒരു രീതി. വാസ്തവത്തിൽ അത് ഒഴിവാക്കാനാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നരകാവകാശികൾ നരകത്തിൽ അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന രീതിയാണത് എന്ന് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തെമ്മാടികളായ പല ആളുകളുടെയും കിടത്തത്തിൻ്റെ രീതിയാണ് എന്ന നിലക്കതിന് വ്യാഖ്യാനം നൽകിയ പണ്ഡിതന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കമഴ്ന്ന് കിടക്കാതിരിക്കലാണ് വേണ്ടത്. ഇനി ചിലപ്പോൾ ചില രോഗികൾക്ക് ഇപ്പോൾ വയറുവേദന അല്ലെങ്കിൽ വല്ല അസുഖങ്ങളും വല്ല പ്രയാസങ്ങളും ഉണ്ട്, അയാൾക്ക് അങ്ങനെ കമഴ്ന്നേ കിടക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല. അതൊരു ഉത്തമമായ രീതിക്ക് വിരുദ്ധമായ രീതിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് അനുവദനീയാണ്, യാതൊരു തെറ്റുമില്ല. നേരെ മറിച്ച് എപ്പോഴും ഇങ്ങനെ ഇതൊരു ശീലമാക്കി പൊതുവേ അങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന രീതി എന്ന് പറയുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നിവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഒരു നിർദ്ദേശം അവിടുന്ന് ആ സഹാബിക്ക് നൽകിയതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഇങ്ങനെ കിടക്കുമ്പോൾ ഖിബില കൊള്ളെ കാല് നീട്ടാൻ പാടില്ലേ എന്ന്. ഖിബിലയിലേക്ക് തിരിഞ്ഞിങ്ങനെ കാല് നീട്ടി ഖിബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടി കിടക്കുന്നതിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ ആ വിഷയത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു നിയമങ്ങളൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഖിബിലയുടെ നേരെ തന്നെ കാലുകൾ നീട്ടേണ്ട അത്യാവശ്യവും വരും. ഇപ്പം ചില ആ രോഗികൾക്ക് മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ മലർന്നു കിടന്ന് മാത്രം നിസ്കരിക്കാൻ കഴിവുള്ള രോഗികൾ അവരുടെ തല ഒരൽപ്പം തലയണയോ മറ്റെന്തെങ്കിലും വെച്ചോ ഉയർത്തി വെച്ച് അവർ ഖിബിലയുടെ നേരെ രണ്ട് കാലും നീട്ടിയിട്ടാണല്ലോ അവർ കിടന്ന് നമസ്കരിക്കേണ്ടത്. അത്തരം രോഗികൾക്കത് അത്യാവശ്യമായും വരും. എന്നാൽ അതല്ലാതെ തന്നെ സാധാരണ കിടത്തത്തിൽ ഖിബിലയുടെ ഭാഗത്തേക്ക് കാല് നീട്ടി എന്ന് വന്നാൽ അതൊരു തെറ്റല്ല, അതിലൊരു കുറ്റമോ അല്ലെങ്കിൽ അതൊരു അനാദരവിൻ്റെ അടയാളമായിട്ടോ ഇസ്ലാം നമുക്കങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം ഏറ്റവും അറിയുന്നവൻ. മാത്രമല്ല പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ലൈസ അലൽ ഇൻസാനി ഹറജുൻ, ഒരു മനുഷ്യന്റെ മേൽ കുറ്റമൊന്നുമില്ല, ഇദാ നാമ, അവൻ ഉറങ്ങുന്ന വേളയിൽ, വരിജ്ലാഹു ഫിത്തിജാഹിൽ ഖിബില, ഖിബിലയുടെ ഭാഗത്തേക്ക് അവൻ്റെ കാലുകൾ നീട്ടിവെക്കുന്നത് തെറ്റൊന്നുമല്ല. മാത്രമല്ല പലപ്പോഴും ഇതൊരു വലിയ വിഷയമൊക്കെ ആക്കാറുണ്ട് പല ആളുകളും. ഇപ്പോൾ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ ചുമരൊക്കെ ചാരി അല്ലെങ്കിൽ മതിലൊക്കെ ചാരി ഇരിക്കുമ്പോൾ
തൂണൊക്കെ ചാരി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, കാലിങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക്, മെഹ്റാബിൻ്റെ ആ ഭാഗത്തേക്ക് കാല് നീട്ടും, കിബിലയുടെ ഭാഗത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പാതകമായിട്ട് അങ്ങനെ കാല് നീട്ടാൻ പാടില്ല കിബിലയുടെ ഭാഗത്തേക്ക് എന്നിങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും സഹോദരങ്ങളെ, ആ നിലക്ക് അങ്ങനെ അത് പാടില്ല എന്നറിയിക്കുന്ന പ്രമാണങ്ങളൊന്നും നമുക്ക് കാണുവാൻ സാധ്യമല്ല. ഇതിൻ്റെ അർത്ഥം കിബിലയെ ഇങ്ങനെ കാല് നീട്ടി കിബിലയല്ലേ, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, കാലൊക്കെ ഞാൻ നീട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടലല്ല ഈ പറയുന്നത്. അത് പാടില്ല. അങ്ങനെ ഒരു അനാദരവാളുടെ മനസ്സിൽ വരിക എന്നുള്ളത് ആ മനസ്സിൻ്റെ അവൻ്റെ ഉദ്ദേശമാണ്. അതേ അവസരത്തിലുള്ള ഒരാൾ കാല് നീട്ടുന്നു, അവൻ ബഹുമാനിക്കുന്നവനാണ്, ആദരിക്കുന്നവനാണ്. അപ്പം ഇങ്ങനെ കാല് നീട്ടിയാൽ അതൊരു ഖിബിലയെ അനാദരിക്കലായിപ്പോയി എന്ന നിലക്ക് പറയാനൊന്നും നമുക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നന്നായി അറിയുന്നവൻ. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ അദബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.